എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് സോൾഡാൻ്റെ 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 30. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷ്രെക്കിനെയാണ് കാണിക്കുന്നത്. യൂസാൻഷ് അവിടെ കാര്യം പറയുന്നത് എന്താണെന്ന് ലിങ് വന്ന് ചെയ്യിപ്പിച്ച് ഇപ്പോൾ ഷവോമി യൂഹങ് ഇനി മുതൽ മാച്ചിൽ കാണും. ഷൗഷോങ്കായിട്ട് റിക്കവറായി വന്നു എന്നൊക്കെ ആണ് പറയുന്നത്. എങ്കിലും എൻ്റെ ഹാൻസം മാച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ തറയിലാണ് കിടന്നത്. യുഹാബോ വാങ്ങുന്ന ഷൗഷോ അവർ 28, 32, 30 എന്ന ലെവലിലെത്തി. ഷൗഷോവിന് ഇനി ഒരു സോൾഡറും കൂടി കിട്ടിയ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയും. അത് കഴിഞ്ഞ് ഷവോമി ഷൂയൊക്കെ വരുന്നു. അവരുടെ ഫൈനൽ മാച്ച് അത് സ്റ്റാർട്ടായി. ഇപ്രാവശ്യം കുറച്ച് ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വ്യക്തമാക്കുക ചെയ്യാനായിട്ട് തുടങ്ങി. അവർ ഇനി മത്സരിക്കാൻ പോകുന്നത് ഡൗലിംഗ് അക്കാഡമി ആയിട്ടാണ്. ഇനിയുള്ളത് സ്ട്രോങ് ആയവരാണ്. പങ്കെടുക്കുന്ന ടീം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സെയിം ടീം പിന്നെ വരികയാണെങ്കിൽ ഫൈനൽ മാച്ചിന് മുൻപ് ലാസ്റ്റ് റൗണ്ട് ടീം മാച്ചും ഇൻഡിവിജ്വൽ മാച്ചും എലിമിനേഷനെ കൊണ്ടായിരിക്കും എന്ന രീതിയിൽ എന്തോ പറയുന്നുണ്ട്. അത് പോകുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ പറയണം. അപ്പോൾ അങ്ങോട്ട് ഓഡിഷൻ ഹൗസിൽ ആ ചേച്ചി വരുവാണ്. അവരതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ യൂഹങ് അവർക്ക് പറ്റിയ സാധനം വാങ്ങല്ലോ എന്നാണ് പറയുന്നത്. ഒരു പില്ല് കെട്ടിയിരുന്നെങ്കിൽ പോയി കിടന്നുറങ്ങായിരുന്നു എന്ന രീതിയിൽ യൂസാൻഷി അവർ വരാമെന്ന് പറയുന്നു. അതിനുശേഷം പ്രിൻസസ് ആണ് ഓഡിഷൻ റെഫറി. യൂഹങ് ഒരു നൈഫ് ലെവൽ 8 ക്ലോസ് റേഞ്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വാങ്ങി അതിൻ്റെ പേര് ഈവിൾ ടൈഗർ റിഫൈനിങ് നൈഫ് എന്നാണ്. അത് വലിയ ഉപകാരമുള്ളതാണ്. ഒരു 10,000 വർഷം പ്രായമുള്ള സോൾ ബോണിനെ വെച്ച് കമ്പയർ ചെയ്യാൻ കഴിയും. പ്ലസ് അതേ മാർഷൽ സോൾ കൂടിയാണ് യൂഹങ്ങിൻ്റെ ഉള്ളത്. എന്താണ് അതിൻ്റെ ഉപയോഗം എന്നൊക്കെ ഈ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതിന് വരെ വലിയ പ്രൈസായി. അവസാന പ്രൈസ് എങ്ങനെയാണോ മുൻപത്തെ 12 ലെവൽ 6 ഷെല്ലുകൾക്ക് പുറമെ ഇതും കൂടി ആയപ്പോൾ നല്ല പ്രൈസായി. ഓഡിഷൻ ഹൗസ് ബഡ്ജറ്റ് ലിമിറ്റിന്റെ കാര്യം പറയുമ്പോൾ യൂഹങ് ഞാൻ വൈറ്റ് ഫാമിലിയിലെ ഇൻട്രസ്റ്റ് സണ്ണാണ്, ഇത് ഞാൻ തന്നെ കൊടുത്തോളാം, ഗ്രാജുവേറ്റ് ആകുന്ന സെൻസിൽ എടുത്താൽ മതി എന്ന് പറയുകയാണ്. അതിനുശേഷം അടുത്ത സാധനം വരുന്ന അതൊരു സോൾ ബോണാണ്. കണ്ടപാടെ പെങ്ക്വിങ്ങിന് ദേഷ്യമായി. കാര്യം ചോദിക്കുമ്പോൾ അത് അവരുടെ ഫാമിലി ഉള്ളതാണ്. അതിനെക്കുറിച്ച് പ്രിൻസസ് പറയുന്നു. ഒരു 50,000 വർഷം പ്രായമുള്ള ഒരു ഐസ്കോർപ്പിയൻ സോൾ ബോൺ ആണ്. ഇതിന്റെ ഉപയോഗം എക്സ്പ്ലോഷൻ ആണ്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ യുഹാബോനെ ഏതെങ്കിലും വഴി കൂടെ ഒപ്പിക്കാം. അങ്ങനെ സോൾ ബോണിന്റെ കാര്യം പറഞ്ഞു തരുന്നത് അത് ഉപകാരമുള്ളത് 2 പേർക്കാണ്. ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് യുഹാബോ ലിങ്ങിനോട് ചോദിക്കുമ്പോൾ എനിക്കല്ലാതെ അത് സംസാരിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസസിന്റെ അടുത്തെത്തി ഹോൾഡ് ചെയ്യുന്നു. പിന്നെ ഷ്രെക്കിന്റെ അടുത്തേക്ക് പ്രിൻസസ് വരുന്നു. വന്നവിടെ യുഹാബോ കാര്യം പറയാൻ നടക്കാം. മറ്റേ മാർഷൽ സോള് ഐസ്കോർബിനാണ്. മറ്റൊരു സോൾ ബോണും പോലെയല്ലേ ഇതാരും ഉപയോഗിച്ചാലും 100% സക്സസ് ആകണമെന്നില്ല. അതേ മാർഷൽ സോൾ ഉള്ളവർക്ക് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയൂ എന്ന രീതിയിൽ അവൻ പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എംബററും അങ്ങോട്ട് വന്നു. ഞാൻ എല്ലാവരും ഒരു കാര്യം ചെയ്യാം, ഫൈനൽ റൗണ്ടിൽ പ്രൈസ് ആയിട്ട് ഇത് ആഡ് ചെയ്യാം. അവന്റെ സ്ട്രെങ്ത് മുഴുവൻ കാണിക്കാനായിട്ട് പറഞ്ഞ് അത് വാങ്ങാനായിട്ട് പറയുകയാണ്. അതിലൂടെ അവന്റെ കഴിവ് അത് മനസ്സിലാക്കാലോ. വേറെന്തോ ഒരു പ്ലാനാണ്. അത് കഴിഞ്ഞ് അടുത്ത സാധനം അതാണ് ഫൈനല്. അത് കണ്ട് കായിട്ട് ഉൾപ്പെടെ ഷോക്ക്. എന്താണെന്ന് അതൊരു സോൾ ഗൈഡിങ് ടൂളാണ്. 9 ലെവല് സോൾ ഗൈഡിങ് ടൂള്. അതിൻ്റെ പേര് ഗോഡ് ടെറാസ് അങ്ങനെ എന്തോ ആണ്. അതാണ് സംഭവം. അതിനുള്ളിലെ ജീവനുള്ള എന്തിനേയും അതിനുള്ളൊരു ട്രാപ്പാക്കാൻ കഴിയും. അത് ഷോർട്ട് ടൈമിൽ ഒരു സ്പേസ് ഉണ്ടാക്കി. അങ്ങനെ ഒരു കാര്യം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. കായിട്ട് പറയാണ് അതിനെക്കുറിച്ച് കായിട്ട് പറയാണ്. അപ്പോൾ അത് വലിയ ഉപകാരമുണ്ട്. എങ്കിൽ അത്ര വലിയ കാര്യമാക്കാതെ ഇരിക്കുമ്പോഴാണ് പ്രിൻസസ്. അത് മാത്രമല്ല ഇതിനുള്ളിൽ 1,00,000 പ്രായമുള്ള സോൾ ബീസ്റ്റിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒരു സോൾ ബോൺ കൂടി കിട്ടും. അത് കേട്ടത് അവർക്ക് അതിശയം. ഇതൊരു ഗ്രാൻഡ് സോളാൻഡ് മാസ്റ്റർ 10 മില്യൺ വർഷം എടുത്താൽ പോലും ഇത് പൊട്ടിക്കാൻ കഴിയില്ല. കാരണം ഇത് ഗോഡിൻ്റെ 9ാമത്തെ സോൾ റൂം വെച്ച് സീൽ ചെയ്തതാണ്. ഒരു ഗോഡ് ലെവൽ സീലാണ് എന്നത് ഓർക്കണം. ഹ്യൂമൻസ് ചിന്തിക്കുന്നത് വളരെ വ്യത്യാസമാണ്. എങ്കിലും സോൾ ബീസ്റ്റുകൾ ഒരുപാടായിട്ട് കുറഞ്ഞു വരും. വിങ്ങിന് അതായിട്ട് ദേഷ്യമുണ്ട്. എങ്കിലും അതിനുള്ളിലെ ബീസ്റ്റ് അത് എന്തോ ഫാമിലി ആയിട്ട് ഫെമിലിയർ ആയിട്ട് പോലെ തോന്നി. അതിൻ്റെ ആവുറ അതിൻ്റെ പ്രൈസ് വിളിക്കുന്നു 100 മില്യൺ. ഓരോരുത്തരെ വിളിക്കാനായിട്ട് തുടങ്ങി. 110, 130 അങ്ങനെ 150. ഷ്രെക്ക് ഗീവപ്പ് ചെയ്തു. അത് സൺമൂൺ എംപയറിനാണ് കിട്ടുന്നത്. അത് അവർക്ക് തന്നെ കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ മതി, മാച്ച് ഉണ്ട്, അതിൻ്റെ ട്രെയിനിങ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ കാര്യമൊക്കെ പോവുകയാണ്. പ്രിൻസസ് എംപററിനോട് സോൾ ടൂളെല്ലാം അവരുടെ സ്ഥലത്ത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ. എന്നാൽ സൺമൂൺ എംപയറിൻ്റെ വളർച്ച അടുത്ത 10 വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാകുമെന്നറിയില്ല. അവർക്കിപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ എന്നതുപോലെ. അതിനുശേഷം മാച്ചിലേക്ക് പോകുന്നു. ഷവോമി യൂഹങ്ങിനോട് ഷോയ് പറയുന്നുണ്ട് അവളോട് 6ാമത്തെ സോൾ സ്കില്ല് അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ യൂഹങ്ങിനോട് സോൾ പവർ സേവ് ചെയ്ത് ആ ഈവിൾ ടൈഗർ റിഫൈനിങ് നൈഫ് അത് യൂസ് ചെയ്യാനായിട്ട് പറയുന്നു. അതും അടുത്ത 4 മാച്ച്. അത് ഓപ്പോണന്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഒരുത്ത റെയർ മാർഷൽ സോൾ ഉള്ളവനാണ്. ബാംബു പോലെ. അവൻ്റെ പാർട്ണറായിട്ട് വേറൊരുത്തുണ്ട്. അവൻ ഇല്യൂഷൻസ് ടൈപ്പാണ്. 2 കൂടി ചേർന്ന അത് ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യാതെ നിൽക്കാനായിട്ട് പറയുന്നു. അവരുമൊക്കെ അവരുടെ മാച്ചിനായിട്ട് പോകുന്നു. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നതുപോലെ 2 ടീം വന്ന് നിൽക്കുന്നത് സ്റ്റാർട്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഡൗലിംഗ് അക്കാഡമി
ആ ഇല്യൂഷൻ സ്മോക്ക് അത് വിടുന്നവനെ വെച്ച് സ്മോക്ക് ഉണ്ടാക്കി അവിടെ 5 പേര് ഡൗട്ടിങ് ആണല്ലോ. അല്ല ആണ്. അവർ ഡിഫൻസ് വെച്ച് നോർമൽ രീതിയിലാണെങ്കിൽ അത് പൊട്ടിക്കാം, എന്നാൽ അതിനപ്പുറം എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ യുഹാബ് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് മനസ്സിലാക്കി. എന്നിട്ട് പ്ലാൻ പോലെ പോട്ടെ എന്ന് ഷവമി പറയുമ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് യൂസാൻസ് റീപ്ലേസ്മെന്റ് ആ സ്കില്ല് ഉപയോഗിച്ചു അവിടെ നിന്ന് അവരുടെ ക്യാപ്റ്റനെ തന്നെ പൊക്കി. എന്നാൽ അത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അതൊരു പ്ലാനായിരുന്നു. ഓക്കെ പണി വാളി എന്ന പോലെ അവർ ഡിഫൻസ് വെച്ച് കവർ ചെയ്യുന്നു. നിങ്ങളിത് ചെയ്യുമെന്ന് നമുക്കറിയാമായിരുന്നു എന്ന പോലെ അവനും നിങ്ങൾക്ക് മാത്രമായി പ്ലാൻ ഇടാൻ കഴിയൂ എന്ന് പറഞ്ഞ് പിന്നെ റീപ്ലേസ്മെന്റ് ഷവമി യുഹങ്ങിനോട് നീ അവനെ നോക്കിയോ എന്ന് പറഞ്ഞ് അപ്പുറത്തുള്ളവരെ അറ്റാക്ക് ചെയ്യാനായിട്ടും തുടങ്ങി. ഇതൊട്ടും തന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പാടുവിടുകയാണ്. ഇപ്പുറം സൈഡിൽ ആ ബാമ്പു 4ാമത്തെ സോൾ സ്കില്ല് ബാമ്പു ഫോർമേഷൻ എന്നത് ഉപയോഗിച്ച് ഒരു ട്രാപ്പ് പോലെ അവരുടെ ചുറ്റിന് ബാമ്പൂസൊക്കെ അയക്കുന്നു. എന്നിട്ട് ബാമ്പു വെച്ച് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കാട് പോലെയായി. ഇപ്പുറ സൈഡിലെ ഫയർ വെച്ച് അറ്റാക്ക്, അപ്പുറ സൈഡിലെ ബാമ്പു വെച്ച് അറ്റാക്ക്. ആദ്യം അവർ മാറി പോയി. എന്നാൽ യുഹങ് സ്റ്റോം അറ്റാക്ക് ടൈപ്പ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ ഡിഫൻസ് ആയിട്ട് വെക്കുന്നതൊക്കെ വെറും സിമ്പിളായിട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുകയാണ്. അതുപോലെ തന്നെ അവനെ നന്നായിട്ട് അടിക്കുന്നുമുണ്ട്. ഷാമീൻ്റെ അറ്റാക്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി ഒരുത്തൻ ആ സ്മോക്കറിനോട് പറയുന്നു അവ ഇല്യൂഷൻ സ്മോക്കാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് വെച്ച് ഇല്യൂഷൻ ഉണ്ടാക്കി ഷൗമീനോട് ഇനി നീ അറ്റാക്ക് ചെയ്യുന്നില്ല വെറുതെ പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കണം. ഒരുപാട് രൂപത്തിൽ ആയിട്ട് അവനെ കാണുന്നുണ്ട്. നമുക്ക് സമയമുണ്ട് അതുണ്ടായിക്കോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെന്തോ ഒന്ന് ഉണ്ടാക്കുകയാണ്. ഷാവയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നു അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അത് വെറും ഇല്യൂഷൻ മാത്രമാണ്. അല്ലെങ്കിലും ദേഷ്യം വരുമ്പോൾ നിന്നെക്കാണ് ക്യൂട്ടാണ് എന്നാൽ പിന്നെ പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. പറഞ്ഞു വന്ന ഷവമൈനെ അവൻ കൺട്രോളിലാക്കിയതുപോലെ ഇവിടെ യൂഹിങ്ങിൻ്റെ അറ്റാക്കിൽ അത് കുറച്ച് പാടുപെട്ടു എന്ന് മനസ്സിലാക്കിയ ടൈമാണ് മറ്റവൻ്റെ ഹെൽപ്പ്. അത് കിട്ടുന്നതോടെ അവൻ പിന്നും എന്തോ ഒരു വലിയ ബാമ്പോ ആ വശത്തു നിന്ന് കൊണ്ടുവരുവാണ്. അത് മാത്രമല്ലാതെ അവരെ അറ്റാക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ ചുറ്റിനുമായിട്ട് മുകളിൽ നിന്നും വല്ല ചറപറ ബാമ്പൂസ് വിടുന്നു. അതിലവർക്ക് പരിക്ക് പറ്റുന്നെങ്കിലും അവരുടെ ഓരോ സ്കില്ലൊക്കെ ഉപയോഗിച്ച് അതിനെ തടയുന്നുണ്ട്. യൂസാൻസിയുടെ ഡിഫൻസ് പോലെ അത് ബ്രേക്ക് ചെയ്ത് വരുവാണ്. യുഹാബയ്ക്കാണെങ്കിൽ പോലും ഡിറ്റക്ഷൻ ആ മിസ്റ്റിനുള്ളിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അവരുടെ ടീമേറ്റും പല രീതിയിലൊക്കെ അറ്റാക്ക് ചെയ്ത് പോകുന്നുണ്ട്. പറഞ്ഞു വന്നാൽ അവരെല്ലാവരും ഹെൽപ്ലെസ് ആയ ടൈമാണ്. അപ്പോഴാണ് യൂഹങ് അവൻ്റെ വജ്ര ട്രാൻസ്ഫോമും പ്രൊട്ടക്ഷനും ഗോഡ് ട്രാൻസ്ഫോമും എല്ലാം കൂടി എടുക്കുന്നത്. അതോടെ ആ മുകളിൽ നിന്ന് വന്നത് അതെല്ലാം ഇല്ലാതായി. എങ്കിലും ഒരു ടൈമിൽ 3 സോൾ സ്കിൽ ഉപയോഗിച്ചതോടെ ഒരുപാട് സോൾ പവർ പോയി കാണുമല്ലോ. ഇനി എത്ര നേരം എന്നാണ് നോക്കണം എന്നാണ് ആ ബാമ്പു പറയുന്നത്. ഓഡിയൻസൊക്കെ ആണെങ്കിൽ എന്താണ് നടക്കുന്നത് എന്നറിയാതെ നിൽക്കുകയാണ്. ക്യൂട്ടുകൾ ഒരു ശ്രദ്ധ പ്രശ്നത്തിലാണ് എന്നത് പറയുന്നുണ്ട്. അതുപോലെ ഡൗലിങ് ആ ഡിഫൻസിനപ്പുറം എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം അവിടെ മൊത്തം മിസ്റ്റാണല്ലോ. യുഗങ് അവരെ തടഞ്ഞിട്ട് ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ ഈവിൾ ടൈഗർ റിഫൈനിങ് നൈഫ് അതെടുത്തു. അത് ലെവൽ 8 ആണല്ലോ. അത് വെച്ച് ചറപറ വീശുമ്പോൾ തന്നെ ഒരു സൈഡ് ക്ലീനായി. അങ്ങനെ അതുപയോഗിച്ച് ആ വന്നവനെ എല്ലാം അടിച്ചിട്ടു. ഒരു വിധത്തിൽ അറ്റാക്ക് ഡിഫൻസ് പോലെയാണ്. അവൻ അടിച്ചിട്ടതോടെ ആ ഫോർമേഷൻ അതും ബ്രേക്കായി അവ ചെന്ന് വീണു. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നൊക്കെ ഒരാശ്വാസത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡിഫൻസ് അത് വെച്ചത് അത് തുറന്നു. അപ്പോഴാണ് കാണുന്നത് കിട്ടിയത് ഒരു 8ന്റെ പണി എന്ന പോലെ അവരുണ്ടാക്കിയെടുത്തത് ഒരു ആർമിയെ തന്നെ ഒറ്റ സെക്കൻഡിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സോൾ ഗൈഡിങ്. ആ മിസ്റ്റ് അത് മാറുന്ന ടൈമിൽ യുഹാബയ്ക്ക് ഡിറ്റക്ഷൻ അത് ടാർഗറ്റും കൊടുക്കാൻ കഴിഞ്ഞു. അത് ഷവമിയുടെ ഇല്യൂഷനായിരുന്ന അതിൽ നിന്ന് പുറത്തു വരാൻ സഹായിച്ചു. അവർ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. എല്ലാവരും എന്തായിന്ന് കാണാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഷവമിയുടെ ആദ്യ അറ്റാക്കിൽ തന്നെ അവരെന്താണ് ഉണ്ടാക്കാൻ നോക്കി അത് ഒറ്റ സെക്കൻഡിൽ ഡിസ്ട്രോയ് ചെയ്യി അവരെ തെറിപ്പിച്ചു. അതോടെ ഡിഫൻസ് അതെല്ലാം പൊട്ടുകയും ചെയ്തു. ഫോണിക്സ് എന്നത് മറ്റൊരു രീതിയിൽ ഡിസ്ട്രോയ് ആകുന്ന ഒന്നാണല്ലോ. അങ്ങനെ എല്ലാവരും അടിച്ചിട്ട് അവർ ഗീവ് അപ്പ് ചെയ്തു. കാരണം ഇനി കഴിയില്ല. ഷ്രക്ക് ജയിച്ചു എന്നത് പറയുമ്പോൾ ഷ്രക്ക് അവരുടെ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് കലുപ്പായ ഷവമി 6ാമത്തെ സോൾ സ്കില്ല് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഷോക്കായി പോയി. നിർത്താനായിട്ട് ഷോയും അവ എന്തായെന്ന് അറിയാതെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അത് അടുത്ത സാറ്റർഡേ മാത്രമേ കാണാൻ കഴിയൂ. കാരണം അത് ഓൺ ഗോയിങ് ആണ്. റിലീസ് ആയാലേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.